സോ കഴിഞ്ഞ നെറ്റ് എക്സാം കഴിഞ്ഞിട്ട് കുറേ പേര് കാൽക്കുലേഷൻസിന് നമുക്ക് സമയം പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിരുന്നു. അതായത് സമയം കിട്ടുന്നില്ല, കാൽക്കുലേറ്റ് ചെയ്ത് എത്തുമ്പോഴേക്കും ടൈം പോവുകയാണ്, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഒക്കെ കുറേ കാണുമ്പോൾ സിമ്പിളാണ്, ബട്ട് സമയം പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ മാത്സിൽ നിങ്ങൾക്ക് ആക്ച്വലി കാൽക്കുലേറ്റർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. എഴുതി കൂട്ടാണ്ട് തന്നെ ചില നമ്പേഴ്സൊക്കെ ആണെങ്കിൽ ചില ഷോർട്ട് കട്ട് മെത്തേഡ്സ് എന്നൊക്കെ ഉണ്ട്. അതായത് ഇന്നൊരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മാത്സിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സീരീസ് ആയിട്ട് വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ ആ ഒരു വീഡിയോ സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജസ്റ്റ് നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മാത്രമല്ല, കോമ്പറ്റേറ്റീവ് എക്സാംസ് ഈവൻ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് പോലും എന്താണ് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. കാരണം നിങ്ങൾക്ക് കാൽക്കുലേഷൻസിലൊക്കെ സമയം പോകുന്ന ആൾക്കാരുണ്ട്, അത്തരക്കാർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ നമുക്ക് കാര്യങ്ങൾ പറയാം. സോ ഇപ്പോൾ ലെറ്റ്സ് സേ ആദ്യം നിങ്ങളോട് ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ലെറ്റ്സ് സേ നിങ്ങളോട് 35 ഇൻറ്റു 5 5 സോറി എസ് ആയി കണ്ട പോലെ 35 ഇൻറ്റു 5 ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ എഴുതും 35 ഇൻറ്റു 5 എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ബട്ട് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 5 ഈ നമ്പർ എന്നുണ്ടെങ്കിൽ, അതായത് ഏതൊരു നമ്പറിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 5 എന്ന് പറയുന്നത് തന്നെയാണ് 10/2 അല്ലേ? 5 എന്നുള്ളതും 10/2 എന്നുള്ളതും എന്താണ്? സെയിം ആണ്. അപ്പോൾ ഈ 35 ഈ 5 കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? 35ൻ്റെ പകുതി ഉണ്ടാവുക ആദ്യം. സോ 35ൻ്റെ പകുതി കാണാം. 30ൻ്റെ പകുതി എത്രയാണ്? 15. 5ൻ്റെ പകുതി 2.5. അപ്പോൾ 15ഉം 2.5 എന്ന് പറയുമ്പോൾ 17.5 അല്ലേ? സോ 17.5 35ൻ്റെ പകുതി. ദെൻ ഇവിടെ ഒരു 10 ഉണ്ട്, ഇൻറ്റു 10 ചെയ്യണം. ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ? പോയിന്റ് ആണ്. സോ ആ പോയിന്റ് അവിടെ ഒഴിവാകും. 175. ഇതാണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക. കാൽക്കുലേഷൻസ് ഒന്നും ഞാൻ എന്ത് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എഴുതിയതാണ്. ഇല്ലാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. ഒറ്റയടിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നല്ല, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നെറ്റിന് എന്തായാലും പ്രിപ്പയർ ചെയ്യുന്ന, അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാവും. ആ ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയായാലും എക്സാമിന് സമയത്ത്, എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കുറേ സമയം ലാഭിക്കാൻ പറ്റും. സോ ജസ്റ്റ് 2 ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ ലെറ്റ്സ് സേ നിങ്ങളോട് ഞാനൊരു 55 ഇൻറ്റു 5 ചെയ്യാൻ, ജസ്റ്റ് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാം? 55ൻ്റെ പകുതി എത്രയാണ് വരിക? 50ൻ്റെ പകുതി 25ഉം 5ൻ്റെ പകുതി 2. സോ 25ഉം 26 27.5 27.5 ഇൻറ്റു 10 ചെയ്യുമ്പോൾ 275. ഒരു ചെറിയ നമ്പർ നമുക്ക് എടുക്കാം. അപ്പോൾ ലെറ്റ്സ് സേ ഒരു 15 ഇൻറ്റു 5 ചെയ്യാൻ പറ്റും. വേഗം ചെയ്യാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം. സോ 15ൻ്റെ പകുതി എത്രയാണ്? 7 അല്ലേ? സോ 10ൻ്റെ പകുതി 5ഉം 5ൻ്റെ പകുതി 2 എന്ന് പറയുമ്പോൾ 5 2ഉം 7ഉം 7.5 ഇൻറ്റു 10 അവിടെ കിടക്കുന്നുണ്ട്. സോ എത്ര വന്നു? 75 എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക. കുറച്ച് പ്രാക്ടീസിൻ്റെ ആവശ്യം നിങ്ങൾക്ക് വരും. ബട്ട് ഈ ഒരു മെത്തേഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കവിടെ കുറേ സമയം ലാഭിക്കാനായിട്ട് പറ്റും. ഇനി അടുത്തൊരു മെത്തേഡ് നമുക്ക് നോക്കാം. സോ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് മെത്തേഡ്. അടുത്തൊരു മെത്തേഡ് നമുക്ക് നോക്കാം സ്ക്വയറിൻ്റെ കേസിൽ. 5ൻ്റെ തന്നെ സ്ക്വയർ വരുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം അല്ലേ? സോ ലെറ്റ്സ് സേ എത്ര നമ്പർ എടുക്കാം? നമുക്കൊരു 55 എടുക്കാം അല്ലേ? ഓക്കെ, സോ 55ൻ്റെ സ്ക്വയർ നിങ്ങളോട് കാണാൻ പറയും. അപ്പം ഇങ്ങനെ ഒരു 55ൻ്റെ നിങ്ങൾ എന്ത് ചെയ്യും? 55 ഇൻറ്റു 55 55 55 ചെയ്താൽ മതി. ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ് എന്നുള്ളത് കൊണ്ട്, ലാസ്റ്റ് ഡിജിറ്റ് 5 ആകുമ്പോൾ മാത്രമേ നമുക്ക് പറ്റുള്ളൂ എന്ത് ചെയ്യാം? ഇങ്ങനത്തെ ഒരു കേസിൽ ആദ്യം നമ്മൾ 5ൻ്റെ സ്ക്വയർ എടുത്തു. 5 ആണല്ലോ അവിടെ. സോ എന്ത് ചെയ്യാം? 5ൻ്റെ സ്ക്വയർ 25 നമ്മൾ അവിടെ എഴുതി. ദെൻ ഫസ്റ്റ് നമ്പർ ഏതാ നോക്കും. ഇവിടെ ഫസ്റ്റ് നമ്പർ ഏതാ? 5 ആണ്. അപ്പോൾ 5നേക്കാൾ തൊട്ട് വലിയ നമ്പർ എത്രയാണ്? 6. ഫസ്റ്റ് ഡിജിറ്റ് ഇവിടെ 5 ആണ്. ദെൻ 5നേക്കാൾ തൊട്ട് വലിയ നമ്പർ എത്രയാണ്? 6 ആണ്. അപ്പോൾ 5 ഇൻറ്റു 6 ചെയ്യുക. എത്രയാണ്? 5 30. സോ 55 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 3025 ആൻസർ ആയിട്ട് വരിക. എവിടെയും ഞാൻ കാൽക്കുലേഷൻസ് ചെയ്യുന്നില്ല. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? വേറൊരു നമ്പർ കൂടി നമുക്ക് നോക്കാം. കുറച്ച് ചെറുതെടുക്കാം. 35ൻ്റെ സ്ക്വയർ നോക്കാം. 35ൻ്റെ 5 എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. സോ 35ൻ്റെ സ്ക്വയർ നോക്കുമ്പോൾ എത്രയാണ്? 5ൻ്റെ സ്ക്വയർ ആദ്യം നമ്മൾ 25 അവിടെ എഴുതി. ദെൻ ഇവിടെ 3 ആണ്. 3നേക്കാൾ തൊട്ട് വലിയ നമ്പർ ഏതാ? 4 ആണ്. 4 ഇൻറ്റു 3 എത്രയാണ്? 4 12 അല്ലേ? സോ 12 25 1225 എന്തായിട്ട് വരിക? ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരിക. സോ
ഒരു ക്വസ്റ്റ്യനും കൂടി വേണമെങ്കിൽ ചെയ്യാമല്ലോ. നമുക്ക് ഫർദർ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് വലിയ നമ്പർ എടുക്കാം. ലെറ്റ്സ് സേ 65 എടുക്കാം. 65ന്റെ സ്ക്വയർ കാണാൻ പറയുമ്പോൾ 5ന്റെ സ്ക്വയർ എത്രയാണ്? 25 അവിടെ എഴുതി. ദെൻ 6 ഫസ്റ്റ് നമ്പർ. 6നേക്കാൾ തൊട്ട് വലുത് എത്രയാണ്? 7 സോ 7 ഇൻറ്റു 6 എത്ര വരും? 5000 36 36 7 6 42. സോ 4225. ഇവിടെ 4225 രൂപയാണ് എന്തായിട്ട് വരിക? അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഇത്തരം ഷോർട്ട് കട്ട് മെത്തേഡ്സ് കുറേ നമുക്ക് മാത്സിൽ അവൈലബിൾ ആണ്. സോ ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നിങ്ങൾക്ക് അധികം സമയം ചിലവാക്കാണ്ട് ആൻസർ ചെയ്യാൻ പറ്റും. ആൻഡ് ഒരു മെത്തേഡ് കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താം. ആൻഡ് അതും ഇതേപോലത്തെ സ്ക്വയർ എടുക്കാം അല്ലേ. ലെറ്റ്സ് സേ ഒരു മിനിറ്റ് സ്ക്രോൾ ചെയ്യട്ടെ ഒരു മിനിറ്റ്. ഓക്കെ, സോ ലെറ്റ്സ് സേ നിങ്ങളോട് ഞാനൊരു 104ൻ്റെ സ്ക്വയർ കാണാം. 104 0 സോ 104ൻ്റെ സ്ക്വയർ കാണാൻ പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യാം? ആദ്യം ഈ ഒരു നമ്പർ 100ൻ്റെ അടുത്തായിരിക്കണം കേട്ടോ. ഇവിടുത്തെ കണ്ടീഷൻ 100ൻ്റെ എത്രത്തോളം അടുത്തായിരിക്കണം. സോ 104 100നേക്കാൾ എത്ര കൂടും? 100നേക്കാൾ 4 കൂടുക. സോ ആ 4ൻ്റെ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യണം? എഴുതി 16. 100നേക്കാൾ എത്ര കൂടും? 4 കൂടും. സോ 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16. ഈ 100നേക്കാൾ എത്ര എവിടെ ഇൻക്രീസ് നമ്മൾ പറഞ്ഞ 4 ഈ 104ൻ്റെ ഒപ്പം എന്ത് ചെയ്യുക? ആ 4 കൂടി ആഡ് ചെയ്യുക. സോ 108. ആൻസർ കിട്ടി. അതായത് 10816 എന്ത്? 104ൻ്റെ സ്ക്വയർ. ഒരു കാൽക്കുലേഷനിൽ ഒന്നുമില്ല, പക്കാ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സോ 109 എടുക്കാം. 109ൻ്റെ സ്ക്വയർ കാണാൻ പറഞ്ഞു. എന്ത് ചെയ്യുക? 100നേക്കാൾ എത്ര വലുതാണ്? 9 വലുതാണ്. 9ൻ്റെ സ്ക്വയർ എത്ര? 9 9 81 എഴുതി. 109 100നേക്കാൾ 9 കൂടുന്നു. സോ ഈ 109ൻ്റെ ഒപ്പം എന്ത് ചെയ്യുക? 9 കൂടി ആഡ് ചെയ്യുക. അപ്പോൾ എത്ര വരും? 9 9 18. 100ൻ്റെ 18 പോകുമ്പോൾ 118. സോ 118 81. ഇതാണ് എന്തായിട്ട് വരിക? സ്ക്വയറിൻ്റെ ആൻസർ ആയിട്ട് വരും. സോ ഇത്രയേ ഉള്ളൂ. ഇതേപോലത്തെ കുറേ ഷോർട്ട് കട്ട് മെത്തേഡ്സ് ആക്ച്വലി നമുക്ക് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. നമ്മൾ ഇത്തരം വീഡിയോസ് ഇനിയും ചെയ്യുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ മാത്രം നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ഇത്തരം വീഡിയോസ് ഇനി കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുക? കമൻറ്റിൽ അറിയിക്കുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.